ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം ഒരു മാസം മാത്രമാണ് ബാക്കി. പൗരത്വ ഭേദഗതിയിലും സംഘപരിവാർ വിരുദ്ധതയിലുമാണ് ഇതുവരെ സംസ്ഥാനത്ത് പ്രചരണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഓരോ ദിവസവും വിഷയങ്ങൾ മാറി മാറി വരും. താരപ്രചാരകർ കൂടി രംഗത്തിറങ്ങുന്നതോടെ തിരഞ്ഞെടുപ്പ് മാപിനിയിൽ ചൂട് കത്തിയാളും. ഇതുവരെയുള്ള പ്രചാരണം എന്തൊക്കെ, ഇനി വരാനുള്ളത് എന്തൊക്കെ നോക്കാം. തെരഞ്ഞെടുപ്പ് ചൂട് സമയത്ത് ചീഫും കുട്ടികളുടെ നട്ടുച്ചയ്ക്ക് നേരെ എന്താണ് ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ ഇവിടെ ഈ കളിച്ചോണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അറിയണ്ടേ? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഉണ്ടോ സൈഫേ? പിന്നെ തെരഞ്ഞെടുപ്പ് ചൂടില്ല, ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വന്ന് വീണോണ്ടിരിക്കല്ലേ. ഒരു മാസം ഉണ്ട് ഇവിടെ കളിച്ചോണ്ടിരുന്ന കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെ. കാര്യങ്ങൾ നമുക്ക് വിശദമായി സംസാരിക്കണ്ട. ഇന്നോട്ട് 30 ദിവസമാണ് ഉള്ളത്. ഇന്ന് 26, അടുത്ത 26-ന് തെരഞ്ഞെടുപ്പ്. ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, CA ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് അജണ്ട നിശ്ചയിക്കുക എന്നുള്ളത്. അതിനകത്ത് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫ്ലെക്സിൽ ദൈവത്തിൻ്റെ പടം വരെ വന്നിട്ടുണ്ട്. അങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. അതെ, ഇങ്ങനെ എണ്ണി വിഷയങ്ങൾ വരും. SFI ഉണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ധൂർത്ത് ഉണ്ട്. SFIയെ കുറിച്ച് എന്താ പറയുക? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് തോന്നുന്നു. മാസപ്പടി പ്രതിപക്ഷം തീർച്ചയായിട്ടും കത്തിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പൗരത്വത്തെ ഇപ്പോഴത്തെ ചാമ്പ്യന്മാരാരാണ് എന്ന് തോന്നുന്നു? LDF ആണ്, ഒരു തർക്കമില്ലാത്ത കാര്യം. അതായത് ഇപ്പം തിരുവനന്തപുരം ജില്ല മാത്രം എടുത്ത് പരിശോധിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ എത്ര പ്രതിഷേധങ്ങൾ LDF നടത്തിയെന്ന് നോക്കിയാൽ മതി. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ആദ്യ പൗരത്വ പ്രക്ഷോഭമുണ്ട്. അന്ന് പ്രക്ഷോഭത്തിന് തെരുവിൽ പോയ കുറേ മനുഷ്യന്മാരുണ്ട്. അവർ കോടതി കയറി ഇറങ്ങി ഇങ്ങനെ എഴഞ്ഞ് നടക്കുകയായിരുന്നു. ഇത് വന്നപ്പോൾ ഈ പൗരത്വ പ്രക്ഷോഭത്തിലൊന്നും ആത്മാർത്ഥതയില്ല LDFന് എന്ന് UDF ഒരു പ്രചാരണം ഇറക്കി. അതിറക്കിയപ്പോൾ മാത്രമാണ് ഈ കേസ് പിൻവലിക്കാനുള്ള വേഗത്തിലുള്ള ഓട്ടം ഉണ്ടായത്. ഈ ഫണ്ട് അനുവദിക്കൽ കലാമേള നിങ്ങൾ കണ്ടായിരുന്നു ഈ അടുത്ത ദിവസം? ഏറ്റവും അവസാനത്തെ ദിവസം ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു, നിരത്തി പിടിച്ച് DA അനുവദിക്കുന്നു, നെയ്ത്ത് തൊഴിലാളികളുടെ 10 കോടി, അതുപോലെ എവിടുന്നൊക്കെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും. അതേസമയം കേസൊക്കെ നടക്കുന്നുണ്ട്. ഫണ്ടങ്ങ് അനുവദിച്ചങ്ങ് വാരി വിതറുക. ഇനി ആദ്യത്തടി ആരായിരിക്കും? ഇനി ആദ്യത്തെ അടി പ്രതിപക്ഷമായിരിക്കും. അത് മാസപ്പടി ചർച്ചയാക്കി കൊണ്ടുവരാനായിരിക്കും അവരുടെ ഒരു ശ്രമം വീണ്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഇനി ഇടയ്ക്ക് മുട്ടിനും ഒക്കെ പറയാൻ പോകുന്നൊരു കാര്യം, കേന്ദ്രത്തിന്റെ നടപടികൾ നേരിട്ടേൽക്കാത്ത ഒരു മുഖ്യമന്ത്രി, BJP ഇതര മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കെജ്രിവാളിനെതിരെ വന്നതോടുകൂടി ധനപ്രതിസന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കാണിച്ചു വെച്ച ദൂർത്തെണ്ണി പറയാം. നേതാക്കന്മാരുടെ വായിൽ നിന്ന് വാവിട്ട് പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പും ഇത്തവണ ഫസ്റ്റ് കേവാളിനാണെന്ന് തോന്നുന്നു. എനിക്ക് വേറൊരു സംശയം, BJP എന്താ പറയാൻ പോകുന്നത്? നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. അല്ല, പെട്രോളിന് വില കൂടി, ഡീസലിന്റെ വില കൂടി, ഗ്യാസിന്റെ വില കൂടി, ഇതെല്ലാം കുറയ്ക്കില്ല എന്ന് മോഡിയുടെ ഗ്യാരണ്ടി ആയിരിക്കും. കൂട്ടിയിട്ട് കുറയ്ക്കുക എന്നുള്ളത് ഒരു സ്ഥിര ശൈലിയാണല്ലോ. 10 രൂപ കൂട്ടുക, 2 രൂപ കൂട്ടിയാലേ കുറയ്ക്കാൻ പറ്റുള്ളൂ, അത് ആദ്യം മനസ്സിലാക്കണം. തീർക്കലേ എനിക്കൊരു ഡയലോഗ് ഓടിക്കാനുണ്ട്. ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നത് നിജം.